Hi everyone and welcome. Today we are going to discuss the essay on running after one's hat written by G.K. Chesterton. Chesterton was born in 1874, died in 1936. He was one of the most prolific writers of the early 20th century. He is called the Prince of Paradox. Prince of Paradox എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന റൈറ്ററാണ് G.K. Chesterton. Although he was an eminent man of letters, he preferred to call himself a journalist. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ട റൈറ്ററായിരുന്നു G.K. Chesterton. He contributed to two leading newspapers from 1901 onwards. 1901 മുതൽ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് വേണ്ടി ചെസ്റ്റർട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്കുകൾ ദ ഡിഫൻഡൻറ്റ് 1901, 12 Types 1902, റോബർട്ട് ബ്രൗണിംഗ്, ദാറ്റ് ഈസ് ആക്ച്വലി എ ബയോഗ്രഫി ഓഫ് റോബർട്ട് ബ്രൗണിംഗ്, ഹെറിറ്റിക്സ്, ചാൾസ് ഡിക്കൻസ്, ജോർജ് ബെർണാഡ് ഷാ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസ്. അവസാനത്തെ മൂന്നും ബയോഗ്രഫീസാണ്. ദിസ് പെർട്ടിക്കുലർ എസ്സേ ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് വിച്ച് ടോക്സ് അബൌട്ട് ദ ഇൻകൺവീനിയൻസസ് ഓഫ് ലൈഫ് ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് വി ഹാവ് ടു ഡെവലപ്പ് ടുവാർഡ്സ് ദം. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ഇൻകൺവീനിയൻസസ് അല്ലെങ്കിൽ ചെറിയ ട്രബിൾസ് ഓർ പ്രോബ്ലംസ്, അതിനോട് എന്ത് തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എസ്സേ. എസ്സേ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് നോക്കാം. ദ നരേറ്റർ വാസ് സാഡ് ടു നോ ദാറ്റ് ലണ്ടൻ വാസ് ഫ്ലഡഡ് വെൻ ഹി വാസ് എവേ ഇൻ ദ കൺട്രി സൈഡ്. ഹിസ് ടൗൺ ബെറ്റസി വെൻ ഫ്ലഡഡ് മസ്റ്റ് ഹവ് റിസംബിൾഡ് വെനീസ്. ദ ബുച്ചർ ആൻഡ് ദ ഗ്രോസറർ മസ്റ്റ് ഹവ് ബ്രോട്ട് തിങ്സ് റൈഡിങ് ഇൻ ബോട്ട്സ്. അദ്ദേഹം ലണ്ടനിലല്ലാത്ത ആ സമയത്ത് വെൻ ഹി വാസ് എവേ ഇൻ എ കൺട്രി സൈഡ്, ഒരു കൺട്രി സൈഡിലേക്ക് അദ്ദേഹം പോയ സമയത്താണ് ലണ്ടനിൽ ഫ്ലഡ് വരുന്നത് അല്ലെങ്കിൽ ലണ്ടനിൽ വെള്ളപ്പൊക്കം വരുന്നത്. ആക്ച്വലി ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സിറ്റുവേഷൻ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും ഫീൽ ചെയ്യുക. അയ്യോ, ഞാനില്ലാത്ത സമയത്ത് ലണ്ടനിൽ ഫ്ലഡ് വന്നതുകൊണ്ട് ഒരുപാട് സമാധാനം, ആ ഒരു പ്രശ്നത്തിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ചെസ്റ്റർട്ടനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ വെരി സാഡ് മൊമെൻറ്റ് ഫോർ ഹിം ബിക്കോസ് ഹി തിങ്സ് ദാറ്റ് ഹിസ് ടൗൺ ബെറ്റസി, that is his place, that must have resembled to Venice. Venice is actually a very beautiful place which was surrounded by water. ആ വെനീസിനെ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് പോലെ തോന്നിയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ബെറ്റസി. അപ്പോൾ ആ അവസരം, ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമാണ് ചെസ്റ്റർട്ടന് ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ ബുച്ചേഴ്സ്, ഗ്രോസറേഴ്സ് ആൻഡ് ദേ മസ്റ്റ് ഹാവ് ബ്രോട്ട് തിങ്സ് റൈഡിങ് ഇൻ ബോട്ട്സ്. അവരെല്ലാം സാധനങ്ങളെല്ലാം ബോട്ടുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. എവറിത്തിങ് മസ്റ്റ് ഹാവ് ബീൻ വെരി ബ്യൂട്ടിഫുൾ ടു സീ. ആൻഡ് ആക്ച്വലി ദിസ് ഈസ് ആൻ ഇൻകൺവീനിയൻസ് ഫോർ മെനി പീപ്പിൾ. ഒരു ഫ്ലഡ് വരുന്നു, അതിൽ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവാം. അതെല്ലാം ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഫോർ കോമൺ പീപ്പിൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ദേ ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട് സച്ച് തിങ്സ്. അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ബട്ട് ഫോർ എ പേഴ്സൺ വിത്ത് റൈറ്റ് മൈൻഡ് അല്ലെങ്കിൽ ഫോർ എ ട്രൂ ഫോർ എ ട്രൂ ഓപ്റ്റിമിസ്റ്റ്, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള നല്ല മൈൻഡുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പം ജീവിതത്തിൽ നമുക്ക് വരുന്ന ഈ ഒരു ട്രബിൾസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നല്ലൊരു റൈറ്റ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ്സും നമ്മുടെ ഈ സാഡ്നെസ്സും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളതാണ് ചെസ്റ്റർട്ടൺ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ദർ ആർ പീപ്പിൾ ഹു കംപ്ലെയിൻ അബൌട്ട് waiting for long time in railway stations, but children don't do so because it's a place of wonder for them. For them the red light, the green light are like the sun and the moon. ഇപ്പം മറ്റൊരു ഉദാഹരണം ജസ്റ്റ് പറയുന്നത്, ചില ആളുകൾ ഒരു റെയിൽവേ സ്റ്റേഷൻ ഫോർ എക്സാമ്പിൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെ ദേ ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട് വെയിറ്റിംഗ്. ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ദേ ആർ ഇറിറ്റേറ്റഡ് അബൌട്ട് ഇറ്റ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ചിൽഡ്രൻ ഒരു പക്ഷേ അത്തരം പ്ലേസുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും വെയിറ്റിംഗ് ഒരു ബോറിങ് ഒരു പരിപാടിയായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. സോ അവരുടെ ആറ്റിറ്റ്യൂഡ് ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ തരുന്നത്, ഇറിറ്റേഷൻ ആണോ തരുന്നത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ചെസ്റ്റർട്ടൺ ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് സിറ്റുവേഷൻസ് ഹി വാസ് ആൾസോ ലൈക്ക് എ ബോയ്. ഒരു കുട്ടിയെ പോലെയായിരുന്നു അദ്ദേഹവും. Many of his most joyful hours have been spent in such places, especially Clapham Junction. അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ചും ഏതെങ്കിലും ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ, വാഹനങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളൊക്കെ ശരിക്കും സന്തോഷിക്കാൻ പറ്റും എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. He has been there in many moods, deep in thoughts that he would not notice if the water had come up to his waist. It is the attitude towards the inconvenience that matters. അപ്പോൾ ഇത്തരം
സ്ഥലങ്ങളിലൊക്കെ ഫോർ ലൈക്ക് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെയിറ്റിംഗ് ജംഗ്ഷൻസ് അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ചെസ്റ്റർട്ടൺ പറയുന്നു അദ്ദേഹം ഒരുപാട് ചിന്തകളിലൊക്കെ മുഴുകിയിട്ടുണ്ട്. ആൻഡ് ആ സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് വരെ വെള്ളം വന്നാൽ പോലും ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞുകൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഹി സേസ് ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ഇൻകൺവീനിയൻസ് ദാറ്റ് മാറ്റേഴ്സ്. ഇത്തരത്തിലുള്ള ജീവിതത്തിലുള്ള ഇൻകൺവീനിയൻസസിനോട് ആസ് വി ഓൾവേസ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എന്ത് ആറ്റിറ്റ്യൂഡാണോ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അതിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. ദർ ആർ മെനി പീപ്പിൾ ഹു ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് അൺപ്ലസൻറ്റ് ടു റൺ ആഫ്റ്റർ വൺസ് ഹാറ്റ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ഇപ്പോൾ നമ്മളുടെ തലയിലുള്ള ഹാറ്റ് ഒരു പക്ഷേ പറന്നു പോകുന്ന സമയത്ത് അത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്ന ആ ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്. ഫോർ മെനി പീപ്പിൾ ഇറ്റ് ഈസ് എൻ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. ആളുകൾ കാണുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ദേ ആർ ഷൈ ടു റൺ ആഫ്റ്റർ ദെയർ ഹാറ്റ്. And he wonders why should people feel so when people run much faster in games and sports, when people say it is humiliating to run after one's head. They mean it is comic. ഇദ്ദേഹം പറയുന്നത് ചെസ്റ്റർട്ടനെ സംബന്ധിച്ചിടത്തോളം he actually wonders, he doesn't know why people feel so much humiliated or why they are shy. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർക്കൊരു വെൻ ദേ ആർ റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു ഹ്യൂമിലിയേഷൻ ഫീൽ ചെയ്യേണ്ട കാര്യം എന്തിനാണെന്ന് ചെസ്റ്റർട്ടൺ ചോദിക്കുന്നത്. ബിക്കോസ് ഇതിനേക്കാളും വേഗത്തിലൊരു പക്ഷേ അവർ സ്പോർട്സിലോ ഗെയിംസിലോ ഒക്കെ ഒരു ഫുട്ബോളിന് പിന്നാലെയൊക്കെ അവരൊക്കെ ഓടുന്നതുണ്ട്. ആ സമയത്തൊന്നും ദേ ഡോണ്ട് ഫീൽ എനി കൈൻഡ് ഓഫ് ഷെയിം. ആൻഡ് in here when people say it's humiliating to run after one's hat, they mean it is comic. അപ്പോൾ ഇതൊരു കോമിക് സിറ്റുവേഷനാണ്. നമ്മളിങ്ങനെ ഓടുക, കുറേ ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കും, അതുകൊണ്ടാണ് ഇതൊരു ഹ്യൂമിലിയേറ്റിംഗ് ആവുന്നത് എന്നുള്ളതാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. അക്കോർഡിംഗ് ടു ചെസ്റ്റർട്ടൺ, മാൻ ഈസ് എ കോമിക് ക്രിയേച്ചർ. അപ്പോൾ ഇങ്ങനെ ഇതൊരു കോമിക്കാണ് എന്ന് വിചാരിച്ചിട്ട്, ഒരു തുപ്പിയുടെ പിന്നാലെ ഓടുന്നത് ഒരു കോമിക്കാണെന്ന് വിചാരിച്ച് നമ്മൾ വി ഡോണ്ട് നീഡ് ടു ബി വറീഡ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡു ഇൻ അവർ ലൈഫ് ആർ കോമിക്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കോമിക് അല്ലേ എന്ന് ചോദിക്കുന്നു അദ്ദേഹം. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് ഹി ഡസ് ആർ കോമിക്. ഫോർ എക്സാമ്പിൾ മേക്കിംഗ് ലവ് എന്നുള്ളത് ഒരു കോമിക് സിറ്റുവേഷനാണ്. ഫോർ എക്സാമ്പിൾ, എ മാൻ റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ് ഈസ് നോട്ട് ഹാഫ് റിഡിക്യുലസ് ആസ് മാൻ റണ്ണിങ് ആഫ്റ്റർ എ വൈഫ്. ഒരു വൈഫിന് പിന്നാലെ ഇങ്ങനെ ഓടുന്ന ഒരു മനുഷ്യൻ അത്രമാത്രം കോമിക്കൊന്നും അല്ല ഒരു ഹാറ്റിന് പിന്നാലെ ഓടുന്നത് എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. ടു അവോയ്ഡ് ദ ഷെയിം വൺ ഫീൽസ് വെൻ റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ്, ഹീ ക്യാൻ തിങ്ക് ഓഫ് ഹിംസെൽഫ് ആസ് എ ഹൺസ്മാൻ പെർസ്യൂയിങ് എ വൈൽഡ് ആനിമൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഫീൽ ഹ്യൂമിലിയേറ്റഡ് വെൻ യു ആർ റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ് ആൻഡ് ഇത്തരം സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹ്യൂമിലിയേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിന്തിക്കേണ്ടത് ചെസ്റ്റർട്ടൺ പറയുന്നത്, യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ റണ്ണിങ് ആഫ്റ്റർ എ ഹൺസ്മാൻ ഓർ പെർസ്യൂയിങ് എ വൈൽഡ് ആനിമൽ. ഒരു മൃഗത്തിൻ്റെയൊക്കെ ചേസ് ചെയ്ത് പിടിക്കുന്ന ഒരു ഹണ്ടറാണ് നിങ്ങൾ എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു എനർജിയും ആ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഫീലിംഗ് ഒക്കെ ഒരു പക്ഷേ പോയേക്കാം. ചെസ്റ്റർട്ടൺ അസ്യൂംസ് ദാറ്റ് ദ ഹാറ്റ് hunting may become a sport for the upper classes in the future. The event will be held in front of a huge crowd. ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചറാണ് ഈ ഒരു പക്ഷേ ഈ ഹാറ്റ് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്പോർട്ട് തന്നെ ഒരു സ്പോർട്ട് ഈവൻ്റ് ആയിട്ട് തന്നെ ഒരു പക്ഷേ ഇതൊക്കെ വന്നേക്കാം ഫോർ അപ്പർ ക്ലാസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു ഹാറ്റ് ഹണ്ടിങ് ഒക്കെ വലിയ ക്രൗഡിൻ്റെ മുന്നിലൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ ആളുകൾക്ക് ഒരു ഷെയിമും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തുകൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു മൈൻഡിനനുസരിച്ചാണ് ഇതെല്ലാം എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് അതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ ഹാപ്പിനെസ് ആണോ കിട്ടുന്നത്, നമുക്ക് ഹ്യൂമിലിയേഷൻ ഫീൽ ചെയ്യണോ എന്നുള്ളതെല്ലാം. ആൻഡ് ദ ഹണ്ടേഴ്സ് ഓഫ് ദ ഹാറ്റ് ഡു നോട്ട് ഇൻഫ്ലിക്റ്റ് എനി പെയിൻ ഓൺ അതേഴ്സ്, ഇൻസ്റ്റെഡ് ദേ ഗിവ് പ്ലഷേഴ്സ് ടു ദ ഓൺ ലുക്കേഴ്സ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളൊരു ഹാറ്റിൻ്റെ പിന്നാലെ ഒരു സ്പോർട്ട് ഈവൻ്റായിട്ട് വലിയൊരു ഈവൻ്റായൊക്കെ വരുന്ന സമയത്ത് ഹാറ്റിൻ്റെ പിന്നാലൊക്കെ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത്, അത് പിടിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്ന ക്രൗഡിന് നിങ്ങൾ ഭയങ്കര പ്ലഷറാണ് നൽകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ പ്രശ്നമൊന്നും വരാത്തത്. ഓക്കെ, എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഓടുമ്പോഴും ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു ഹാറ്റിൻ്റെ പിന്നാലെ ഓടുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു. വെൻ ചെസ്റ്റർട്ടൺ സോ എ മാൻ റണ്ണിങ് ആഫ്റ്റർ ഹീസ് ഹാറ്റ് ഇൻ ഹൈഡ് പാർക്ക്, ഹി ടോൾഡ് ഹിം ദാറ്റ് ഹീ ഷുഡ് ബി ഹാപ്പി ബിക്കോസ് ഹി ഈസ് ഗിവിങ് എ ലോട്ട് ഓഫ് പ്ലഷർ ടു ദ ക്രൗഡ് വാച്ചിങ് ഹിം. അദ്ദേഹം ഒരു മനുഷ്യൻ ഈ ഒരു ഹൈഡ് പാർക്ക് എന്ന് പറയുന്ന ടൗണിൽ ഒരു ഹാറ്റിന് പിന്നാലെ ഓടുന്നത്, തൊപ്പി പിടിക്കാൻ വേണ്ടി ഓടുന്ന ഒരാളെ കണ്ട സമയത്ത് ചെസ്റ്റർട്ടൺ അദ്ദേഹത്തോട് പറയുന്നത് ഹീ ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. അദ്ദേഹം ഇങ്ങനെ ഓടുന്നതിനെ കുറിച്ചിട്ട് പിന്നെ ഒരു ഹീ ഡസൻറ്റ് നീഡ് ടു
ഫീൽ അഷെയിംഡ്. കാരണം ഹി ഷുഡ് ബി ഹാപ്പി. കാരണം ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം പ്ലഷർ നൽകുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ നോക്കുന്ന ഒരുപാട് ആളുകൾക്ക് അയാളെ നോക്കി ചിരിക്കുന്നുണ്ടാവാം. സോ അപ്പോൾ ഹി ഷുഡ് ബി ഹാപ്പി. The person who is running after the hat can be happy because he is giving pleasures to a lot of people. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം സന്തോഷം നൽകുന്നു എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഹാപ്പി ആകാം എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. The same principle can be applied to every other domestic worry. For example, removing a fly from the milk or getting a cork out of the glass of wine. And in these kinds of situations, people should think about the patience of the anglers. അപ്പം ഒരു റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റിൻ്റെ ഉദാഹരണത്തിലൂടെ ചെസ്റ്റർട്ടൺ പറയുന്നത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഇത്തരം സാഹചര്യങ്ങളുണ്ടാകും, ചെറിയ ചെറിയ വറീസ് ഉണ്ടാവാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ മിൽക്കിൽ നിന്നൊരു ഫ്ലൈ റിമൂവ് ചെയ്യുന്ന ഒരു ഉദാഹരണം. അപ്പോൾ ഈ ചെറിയ പ്രാണികളൊക്കെ വെള്ളത്തിൽ വീണ് അതിനെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം. അതുപോലെ ആളുകൾ ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഇറിറ്റേഷനാണ് ആളുകൾക്ക്. ഇപ്പോൾ ഒരു വൈൻ ഗ്ലാസ്സിൽ നിന്നൊരു കോർക്ക് എടുത്തു മാറ്റുന്ന സന്ദർഭം. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം പറയുന്നൊരു ആംഗ്ലേഴ്സിനെയൊക്കെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ചൂണ്ടൊക്കെ ഇടുന്ന ആളുകൾ അത്രമാത്രം പേഷ്യൻ്റാണ് അവരെന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് കുറച്ച് കുറയാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. Chesterton has known people who were distressed over silly things. A friend of him was so distressed that way because his drawer was so tight and he couldn't pull it out. അദ്ദേഹം നെക്സ്റ്റ് പറയുന്നത്, ഈ ആളുകൾ ചെറിയ കുഞ്ഞി കാര്യങ്ങളെല്ലാം ആളുകൾ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രോവർ ഒരു വലിപ്പ് എല്ലാ സമയവും രാവിലെ നോക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും അത് വലിക്കാൻ കഴിയില്ല. ദെൻ ഹി വാസ് സോ മച്ച് distressed about it. He was so much irritated about it. ഇത്തരം situations like this, one has to imagine that he is fighting against some powerful enemy or pulling a lifeboat out of the sea or pulling out a man from a crack in the Alps. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് മുമ്പ് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഹാറ്റിൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് ഒരാൾ ഹണ്ടറാണെന്നൊക്കെ ഓർത്തിട്ട് അയാൾക്ക് ഒരു തൊപ്പിയുടെ പിന്നാലെ ഓടാം. അപ്പോൾ ഒരു ഹാപ്പിനെസ്സൊക്കെ അദ്ദേഹത്തിന് നൽകും. ആ ഒരു ഷെയിമൊക്കെ ഒരു വശം ഒഴിവാകും. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോവർ കുടുങ്ങി നിങ്ങൾക്ക് വലിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് എ പവർഫുൾ എനിമി, അല്ലെങ്കിൽ ഒരു ലൈഫ് ബോട്ട് നിങ്ങൾ കടലിൽ നിന്ന് വലിച്ചു കയറ്റണം എന്നൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഓർ യു ആർ പുള്ളിങ് ഔട്ട് എ മാൻ ഫ്രം ക്രാക്ക് ഇൻ ദ ആൽപ്സ്. ഈ ആൽപ്സ് പർവ്വതത്തിൻ്റെ ഏതെങ്കിലും ഒരു ക്രാക്കിൽ കുടുങ്ങിയ ഒരു മനുഷ്യനെ നിങ്ങൾ അവിടെ നിന്ന് വലിച്ചു കയറ്റാണ്. ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യാം നിങ്ങൾക്ക്. സോ ആ ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഒരു പക്ഷേ പോകാൻ അത് സഹായിച്ചേക്കാമെന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. And according to him, Chesterton, one can even enjoy the flood if she or he has a right attitude, despite the fact that they cause some inconveniences. But ഈ ഒരു ഫ്ലഡ്, ഇപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞ ഫ്ലഡ്, അതുപോലും ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇഫ് ഹി ഓർ ഷീ ഹാസ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദേ കോസ് സം ഇൻകൺവീനിയൻസ്. നമുക്ക് കുറച്ച് ഇൻകൺവീനിയൻസസ് ഒക്കെ നൽകാം. അത് ചില ട്രബിൾസ് എല്ലാം നമുക്ക് കൊണ്ടുവന്നേക്കാം ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. പക്ഷേ എങ്കിലും റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് അതുപോലും ആസ്വദിക്കാൻ പറ്റും എന്നാണ്. ആൻഡ് an adventure is an inconvenience rightly considered. An inconvenience is an adventure wrongly considered. If you have a right attitude, even an inconvenience can be an adventure. നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻകൺവീനിയൻസ് ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പോലും നമുക്കൊരു അഡ്വഞ്ചർ ആക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഇഫ് യു ഹാവ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, വാട്ട് ഹാപ്പൻസ്, ആൻഡ് ഈവൻ an adventure can be an inconvenience. You understand? ഒരു അഡ്വഞ്ചർ പോലും നമുക്ക് ഇൻകൺവീനിയൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹം ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എ റോമൻ കത്തോലിക് പ്രീസ്റ്റ് ഇൻ എ സ്റ്റോറി സെഡ്, വൈൻ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ, ബട്ട് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ആൻഡ് സേ ദാറ്റ് വാട്ടർ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വൈൻ. ഒരു റോമൻ കത്തോലിക് പ്രീസ്റ്റ് ഒരു കഥയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ പറഞ്ഞു, വൈന് നല്ലതാണ്, വൈൻ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ്, എല്ലാറ്റിൻ്റെയും കൂടി, പക്ഷേ വെള്ളത്തിൻ്റെ ഒഴികെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് മാറ്റി പറയാമെന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. വി ക്യാൻ സേ ലൈക്ക് വാട്ടർ ഈസ് ഗുഡ്, വെള്ളം നല്ലതാണ്. അദ്ദേഹം
മോശമാണെന്ന് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് നല്ലതാണെന്ന് പറയാം. വിത്ത് എവറിത്തിങ്, എല്ലാറ്റിൻ്റെയും കൂടെ എക്സെപ്റ്റ് വൈൻ. ഇപ്പം നമുക്ക് ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പരസ്യത്ത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, ഏതോ ഒരു ഡിറ്റർജൻറ്റിൻ്റെ തോന്നുന്നു, കറ നല്ലതാണെന്ന് പറയുന്ന ഒരു പരസ്യം. യു മേ റിമെമ്പർ ദാറ്റ്, കറ നല്ലതാണ്. അപ്പം കറയോടുണ്ടാവേണ്ട, സ്റ്റെയിനോട് ഉണ്ടാവേണ്ട ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. വാട്ടർ ഈസ് ബാഡ്, വൈൻ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ. പക്ഷെ അത് നമുക്ക് മാറ്റാം, എന്നിട്ട് പറയാം വാട്ടർ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വൈൻ. സോ അപ്പോൾ ഇതാണ് രസേ പെർട്ടിക്കുലർ ഇതിനകത്ത് പറയുന്നത്. ബേസിക്കലി എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇൻകൺവീനിയൻസസ്, ഡിഫിക്കൽട്ടീസ് ഓർ പ്രോബ്ലംസ് ഓർ ട്രബിൾസ്, വാട്ട് എവർ യു ക്യാൻ കോൾ, അതിൻ്റെയോട് ഉണ്ടാവേണ്ട ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് നൽകുന്നതും നമ്മൾക്ക് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഇറിറ്റേഷനോ സാഡ്നെസ്സോ ഒക്കെ നൽകുന്നതും, അല്ലെങ്കിൽ ഡിസ്ട്രെസ്, അതുപോലെ സ്ട്രെസ്സ് എല്ലാം നൽകുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം ഇൻ എ സെപ്പറേറ്റ് വീഡിയോ ഐ സപ്പോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.